ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാറ്റൂർ കാർണിവലിൻ്റെ പകൽ വ്യൂവും അതുപോലെ തന്നെ നൈറ്റുള്ളൊരു വ്യൂവും ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ വരുമ്പോൾ വഴി മുതലേ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. ഫുള്ള് വഴിയുടെ രണ്ടറ്റത്തുമായിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നക്ഷത്ര തടാകത്തിന് ഇത് 10ാം വർഷമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗംഭീര പരിപാടികളായിരുന്നു. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് 27-ാം തീയതിയാണ്. പിന്നെ അതുമല്ല നമ്മളൊരു 5 മണി ആ ഒരു ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് തടാകത്തിന് ചുറ്റും പോയി റൗണ്ട് അടിച്ച് നമുക്ക് നക്ഷത്രങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്ര തടാകത്തിൻ്റെ 10ാം വർഷം ആയതുകൊണ്ട് തന്നെ 10,024 നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന നല്ല ഗംഭീര പരിപാടികളായിരുന്നു. അതുപോലെ തന്നെ 76 അടിയുള്ള നല്ല കൂറ്റൻ പപ്പാഞ്ഞിനെയും അവിടെ ന്യൂ ഇയറിന് കത്തിക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 27-ാം തീയതി വൈകുന്നേരം ഒരു 5 മണിക്ക് പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മേലത്തെ ആ ചെറിയ പള്ളിയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ജീപ്പിനാണ്. പക്ഷെ നമ്മൾ 27-ാം തീയതി പോയതുകൊണ്ടാണ് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീപ്പിനൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നൈറ്റാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായേനെ. നമ്മൾ നൈറ്റല്ല വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 6:30 ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മെഴുകുതിരി എത്തിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊക്കത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളതിന് ചെറിയൊരു പള്ളി ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുമാണെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. താഴത്താണെങ്കിൽ ചേട്ടനും അച്ചാച്ചനും 2 വീലറിനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 7 പേരും കൂടി ജീപ്പിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷം നേരെ താഴത്തൊക്കെ പോയി ബജ്ജിയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ തടാകം ഫുള്ളും ചുറ്റി കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തടാകത്തിന് ചുറ്റും ഇങ്ങനെ 2 ലെയറായിട്ടാണ് നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നൈറ്റ് വന്നിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റും പോയി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നൈറ്റ് വന്നപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിൽ പോകുമ്പോൾ നമ്മുടെ പപ്പാഞ്ഞിനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. 76 അടിയുള്ള പപ്പാഞ്ഞിനെയാണ് നമ്മുടെ 31-ാം തീയതി കത്തിക്കാനായിട്ട് വെച്ചേക്കുന്നത്. 27-ാം നമ്മൾ തടാകം ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റൊന്നും കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. 28-ാം തീയതി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ബ്ലോക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ താഴത്തെ മലയാറ്റൂർ പള്ളി. അങ്ങനെ നമ്മൾ പോയി അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് അറ്റത്തേക്കൊന്നും വണ്ടിക്കൊന്നും പോകാൻ പറ്റൂല. 2 വീലറിന് പിന്നെയും പോവാം, അല്ലാണ്ട് നമുക്ക് ജീപ്പിനോ അല്ലെങ്കിൽ നമ്മൾ ട്രാവലറിനാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളവിടെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നാണ് അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നക്ഷത്രമൊക്കെ ഇങ്ങനെ തെളിച്ചതായിട്ടുള്ളത് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളതുകൊണ്ട് ഇന്ന് നൈറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മലയാറ്റൂർ കാർണിവലിലെ നൈറ്റുള്ള വ്യൂ. ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ പരിപാടികളാണ് ഉള്ളത്. അതുപോലെ തന്നെ DJ പാർട്ടിയും എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ 10ന് മുകളിൽ വെറൈറ്റി റൈഡുകൾ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലായിടവും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ഡാൻസും പാട്ടും പ്രോഗ്രാമുകളൊക്കെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും പല പല പ്രോഗ്രാമും കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ട് നിന്നതിന് ശേഷം പിന്നെ ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി റൈഡിലൊക്കെ കയറാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തൊട്ടുകഴിഞ്ഞാൽ അങ്ങനത്തെ റൈഡിലൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ പോയ തടാകത്തിന് ചുറ്റും അങ്ങോട്ടൊക്കെ ഒന്ന് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല, നമ്മളെ തടാകം ചുറ്റും കാണണമെങ്കിൽ നടന്ന് തന്നെ പോയി കാണണം. വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. അതുപോലെ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ ശരിക്കും ലൈറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ റൈഡിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒരു ഗാനമേളയെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് നടന്നതിന് ശേഷം നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. ഒരു 10:30-11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാനൊരു 28-ാം തീയതി 29-ാം തീയതി ഒപ്പിച്ച് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകി പോയിട്ടുണ്ടായിരുന്നു. ഇത് 1-ാം തീയതിയാണ് വരുള്ളൂ. അപ്പോൾ ഇത് അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.